ഞാൻ ആദ്യം പാടിയ അനുഗ്രഹത്തിന്റെ അധിപതി എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതല്ല അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ വെന്തു പോകുന്നതല്ല ദൈവാനുഗ്രഹം. ദൈവാനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും അത് നിലനിൽക്കും. ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം ദ്രവിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ടാലും ഈ അനുഗ്രഹം നിലനിൽക്കുന്നതാണ്. അത് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന പാപമോചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനുഗ്രഹം. ഒരിക്കൽ ബഹുസമ്പന്നനായിരിക്കുന്ന, അത്രയും സമ്പന്നതയുള്ളവരാരും എന്നെ കേൾക്കുന്നില്ല, അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, 100 കോടി രൂപയുടെ കൂടുതൽ ആസ്തി എനിക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ സമാധാനമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കടന്നുപോയി സമാധാനം, ഞാൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഒരു മർത്തോമ സഭ വിശ്വാസിയാണ്. ആ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹം ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഭാര്യ അല്പം വില്ലത്തിയാണെന്ന് കൂട്ടിക്കോ, വന്നിട്ട് എന്നോട് പറയാം, ദൈവം ഞങ്ങളെ എങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. കണ്ടോ എത്രമാത്രം ടിപ്പറാണ്, എന്തുമാത്രം JCB ആണ്. അവിടെ വസ്തുണ്ട്, ഇവിടെ മറ്റുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എന്താണ് ട്രഷറി യൂണിറ്റ് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ദൈവം അനുഗ്രഹിച്ചത്? ഇതെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നില്ലയോ ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന അല്ല പ്രിയപ്പെട്ടവരെ അനുഗ്രഹം. അനുഗ്രഹം എന്നേക്കും നിലനിൽക്കുക. ദൈവാനുഗ്രഹം, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവനാ പ്രിയപ്പെട്ടവരെ, പാപമോചനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് നേടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെരുവോരങ്ങളില് ഒറ്റമുണ്ടും എടുത്ത് കരിമ്പനിട്ട ഷർട്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അവർ ഈ അനുഗ്രഹം പ്രാപിച്ചവരാ, സുവിശേഷം അറിയിക്കുന്നവര്. പക്ഷെ നിങ്ങൾ സമ്പന്നതയുടെ മണിമാളികയിൽ ഇരുന്നിട്ടും ഈ അനുഗ്രഹം പ്രാപിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നിത്യ നരകത്തിലേക്കല്ലേ പോകുന്നത്.